സിനൈ മരുഭൂമിയിൽ നടന്ന അത്ഭുതം. ഒരു സന്യാസി സഹസന്യാസിമാരോട് ഇപ്രകാരം പറഞ്ഞു: നാം എന്നും സ്വീകരിക്കുന്ന ഈ അപ്പം സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമല്ല, മറിച്ച് ഒരു പ്രതീകം മാത്രമാണ്. അവർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഇത് നമ്മുടെ വിശ്വാസത്തെ നിഷേധിക്കലാണ്. അപ്പോൾ അദ്ദേഹം തെളിയിക്കാൻ ആവശ്യപ്പെട്ടു. സഹസന്യാസിമാർ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദിവ്യബലി മധ്യേ അപ്പവും വീഞ്ഞും കൂദാശ ചെയ്യുന്ന സമയത്ത് തിരുവോസ്തിയിൽ ഒരു ശിശു കാണപ്പെട്ടു. അതിനുശേഷം തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ഒരു മാലാഖ വാളുമായി വന്ന് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുത്തിയിറക്കുന്നതായും കണ്ടു. തുടർന്ന് വൈദികൻ തിരുവോസ്തി വിഭജിച്ചപ്പോൾ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകി. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് മാലാഖ വന്ന് രക്തത്തിൽ കുതിർന്ന തിരുവോസ്തി എടുത്ത് ആ സന്യാസിയുടെ നാവിൽ വെച്ചു കൊടുത്തു. അദ്ദേഹം വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു. ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളും ചരിത്ര വസ്തുതകളും. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കാസയിൽ നിന്ന് ഒരു മാംസകഷ്ണം എടുത്ത് സംശയാലുവായ ആ സന്യാസിയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. രക്തമണിഞ്ഞ ആ മാംസകഷ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് പിടച്ചു. ഭയചകിതനായ അദ്ദേഹം കരഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു. ഉടൻ തന്നെ രക്തത്തിൽ കുതിർന്ന മാംസകഷ്ണം സാധാരണ തിരുവോസ്തിയായി മാറി. അദ്ദേഹം അത് സ്വീകരിച്ചു.